പത്തനംതിട്ട തിരുവല്ലയിൽ നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടി. വൻ ലഹരി മരുന്ന് വേട്ടയാണ് നടന്നിരിക്കുന്നത്. 1.5 കോടിയോളം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടിയതായാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. ഡി ബിനോയ് ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ബിനോയ്, എന്താണ് വിവരങ്ങൾ? ആരിൽ നിന്നുമാണ് അല്ലെങ്കിൽ എവിടെ നിന്നുമാണ് ഇത്രയും വലിയ അളവിലുള്ള നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്? കമലേഷ്, പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്ന സമീപകാലത്തെ ഏറ്റവും വലിയ നിരോധിത പുകയില ആണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഏകദേശം 1.5 കോടി രൂപയോളം വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു എന്നാണ് പത്തനംതിട്ട ഡാൻസ് ഓഫ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറിയിക്കുന്നത്. ഇത് തിരുവല്ല കേന്ദ്രീകരിച്ച് പായിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് വീട് വാടകയ്ക്കെടുത്ത് ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1.5 കോടി രൂപയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വീട് വാടകയ്ക്കെടുത്ത് ഇത് സൂക്ഷിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ജയൻ എന്ന് പറയുന്ന ഒരാളെയും ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് എങ്ങനെയാണ് കിട്ടിയതെന്നോ ഇത് എവിടെ നിന്ന് എത്തിച്ചോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരികയാണ്. സാധാരണ സ്കൂളുകൾ അതുപോലെ തന്നെ കോളേജുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് എത്തിക്കുന്ന ഒരു സംഘത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളും പോലീസ് തിരക്കുന്നുണ്ട്. ഡാൻസ് ഓഫ് സംഘത്തിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് പായിപ്പാട് ഈ വീട് വളഞ്ഞ് പരിശോധന നടത്തിയത്. അപ്പോൾ തന്നെ ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന 1.5 കോടി രൂപയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടാൻ കഴിഞ്ഞത്. കമലേഷ്, ബിനോയ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെയാണ് മനസ്സിലാവുന്നത്. ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഈ നിരോധിത പുകയില അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഹോൾസെയിലായി ചെറുകിട ആളുകൾക്ക് കൊടുക്കുന്ന ഒരാളാണ് ഇയാൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? കമലേഷ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. ചില ചെറുകിട കച്ചവടക്കാരുടെ വശം കൈവശത്തു നിന്നും വളരെയധികം ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന സംബന്ധിച്ച പരാതികൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരെ പിടികൂടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവർക്ക് ലഹരി മരുന്നുകൾ എത്തിക്കുന്ന സംഘത്തിന്റെ പ്രധാനിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. സാധാരണഗതിയിൽ ഇങ്ങനെ വീട് വാടകയ്ക്കെടുത്ത് ഇത്രയധികം ലഹരി മരുന്നുകൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടും അതുപോലെ തന്നെ ഡാൻസ് ഓഫ് സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇവരെങ്ങനെയാണ് ചെറുകിട കച്ചവടക്കാരിലേക്ക് ഇത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇവർ ആർക്കൊക്കെയാണ് കൈമാറുന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് ചോദിച്ചറിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ജയൻ എന്ന് പറയുന്ന ആളിനെ പത്തനംതിട്ടയിൽ അല്പസമയത്തിനുള്ളിൽ എത്തിക്കും. അവിടെ വെച്ച് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. വ്യക്തമാണ്. പത്തനംതിട്ട തിരുവല്ലയിൽ വൻ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നു. 1.5 കോടിയോളം രൂപ വില വരുന്ന പുകയില ലഹരി വസ്തുക്കളാണ് പിടികൂടിയിരിക്കുന്നത്. ഡി ബിനോയ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.